ഹായ്, നമസ്കാരം. കുറച്ച് ദിവസമായി ഓഫീസിലേക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണേ. ഒരു ചെറിയ സർജറി വേണ്ടി വന്നു. റെസ്റ്റാണ് പറയുമ്പോൾ. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഭയങ്കര ബോറടിയാണ്. പൊതുവേ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്, വരച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഓഫീസിൽ എപ്പോഴും കൂടുതൽ സമയം ഓഫീസിൽ ചിലവഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരാൾ ബെഡ് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുക, കിടക്കുക, തിന്നുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ പണി. അപ്പോൾ ഞാനിങ്ങനെ വളരെ ഗഹനമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. നമ്മളെന്തെങ്കിലും അസുഖമൊക്കെ പിടിച്ചിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ പഴയ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഞാനും എൻ്റെ പഴയ കാലങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. എൻ്റെ സ്കൂൾ കാലം, കോളേജ് കാലം, പിന്നെ വളരെ ചെറുപ്പത്തിൽ നേവിയിൽ പോയ ആ സമയമൊക്കെ. അന്നും ഇന്നും എന്നും വളരെ കോമൺ ആയിട്ട് ആ കാലത്തൊക്കെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ വരകളാണ്. കാരണം എൻ്റെ ലൈഫുമായിട്ട് എൻ്റെ വരകൾക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഈ കാലത്തിലെല്ലാം എൻ്റെ വരകൾ എപ്പോഴും എൻ്റെ കൂടെയുള്ള കാര്യമാണ്. ഞാൻ വരകൾ അന്നും ഇന്നും ഒന്നും വിട്ടിട്ടില്ല. വളരെ ചെറുപ്പം തൊട്ട് വരയ്ക്കുന്നതാണ്. പണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് കണക്കിൻ്റെയും മലയാളത്തിൻ്റെയും ഹിന്ദിയുടെയൊക്കെ ബുക്കിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും വരച്ചുകൊണ്ടിരിക്കും. കാരണം വരയ്ക്കാനായിട്ട് അന്നൊന്നും വേറെ ബുക്കൊന്നും കിട്ടില്ലല്ലോ. അന്നത്തെ ആ വരകളൊക്കെ പിൽക്കാലത്ത് ഇത്രയും വർഷങ്ങൾക്കൊക്കെ ശേഷം എൻ്റെ ഒരു പ്രൊഫഷനായി മാറുന്നൊന്നും നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് ആ കഥകളൊക്കെ നിങ്ങളോട് നേരിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. പണ്ട് 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 മാമാന്തിമല എന്നൊരു മുട്ടൻ മലയുടെ മണ്ടയിലായിരുന്നു ഞങ്ങളുടെ വീട്. നിറയെ പാറകളുള്ള ഒരൊന്നൊന്നര മല. ഒരു ഇടുങ്ങിയ തൊണ്ടിലൂടെ വേണം അങ്ങ് മേളിലെത്താൻ. ഒരേ സമയം 2 പേരെതിരെ വന്നാൽ താഴെ നിന്ന് വെള്ളവും അലക്കിയ തുണിയുമൊക്കെയായി മേളിലോട്ട് കയറുന്നയാൾക്ക് വഴിമാറിക്കൊടുക്കണം എന്നാണ് ആ തൊണ്ടിലെ നിയമം. സൈഡ് കൊടുക്കാൻ നേരെ മാടിന്റെ മണ്ടയിലോട്ട് ചാടി കയറേണ്ടി വരും. അത്രയും കുത്തനെയുള്ള കയറ്റമാണ്. തൊണ്ടിനിരുവശവും മുട്ടിയുരുമി നിറയെ വീടുകളാണ്. ഒരു വീടിന്റെ അരകല്ല് അയൽ വീടിന്റെ ബെഡ്റൂമിനോട് മുട്ടി നിൽക്കും. രാത്രിയിൽ ആർക്കെങ്കിലും കൊതി തോന്നി ചമ്മന്തി അരയ്ക്കാൻ തോന്നിയാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്നവരുടെ സകല മൂടും പോകും. വെറുതെ പറയുന്നതല്ല, അതാണ് അവസ്ഥ. ആരുടെയാണെങ്കിലും മൂട് പോകില്ലേ? എല്ലാവർക്കും എല്ലാവരെയും അറിയാം. അത്രയ്ക്ക് അടുപ്പമാണ്. അങ്ങനൊരു 10-16 വീടുകളുണ്ട്. അങ്ങ് താഴത്തെ വീട്ടിൽ ഒരു ചക്കയിട്ടാൽ അതങ്ങ് മണ്ടയിലുള്ള വീട്ടിൽ വരെ അറിയും. കാരണം ചക്കയുള്ളവർക്ക് മാങ്ങയുണ്ടാവില്ല, മാങ്ങയുള്ളവർക്ക് തേങ്ങയുണ്ടാവില്ല, ചിലർക്ക് ഒരു തേങ്ങയുണ്ടാവില്ല. ഉള്ളത് കൊടുത്തും ഇല്ലാത്തത് വാങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും പരദൂഷണവും കൈമാറിയിരുന്ന ഞങ്ങളുടെ സ്വന്തം മാമാന്തിമല. ഓണവും ക്രിസ്മസും പെസഹയും വിഷുവും ദീപാവലിയുമൊക്കെ എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ഓണപ്പൂക്കൾ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് പറിക്കും. ക്രിസ്മസ് നക്ഷത്രം ഹിന്ദുവിന്റെ മാവിൽ തൂക്കും. ദീപാവലിക്ക് റോക്കറ്റ് വിട്ടാൽ എല്ലാവരും അറിയും. പക്ഷേ ഏത് വീട്ടിലാണ് വിട്ടതെന്ന് ആരും അറിയില്ല. പെസഹയ്ക്ക് ഒരു വീട്ടിലുണ്ടാക്കുന്ന അപ്പം അടുത്ത വീട്ടിലും എത്തിയിരുന്നു. ആ വീട്ടിലുണ്ടാക്കുന്ന ഓണപ്പായസം തിരിച്ചുമെത്തിയിരുന്നു. ഞങ്ങൾ പിള്ളേരായിരുന്നു കൊടുക്കൽ വാങ്ങലുകളുടെ ഏജന്റുമാർ. ഞങ്ങളെ ബാർട്ടർ സിസ്റ്റം പഠിപ്പിക്കാമെന്ന സാമൂഹ്യപാഠം സാറിനെ നോക്കി ഞങ്ങൾ പുച്ഛിച്ച് ചിരിച്ചിട്ടുണ്ട് അന്നൊക്കെ. ആ മലയുടെ ഏറ്റവും മേളിൽ 15ാമത്തെ വീടായിരുന്നു ഞങ്ങളുടേത്. നെല്ലിയും പ്ലാവും മാവും പുളിയും പേരയും ഒക്കെ ചുറ്റുമുള്ള ഓടിട്ട ഇഷ്ടികയിൽ പണിത ഒരു ഇരുമുറി വീട്. ആ കൊട്ടാരത്തിലാണ് ഭീകരനായ പപ്പായുടെ രാജഭരണത്തിന് കീഴിൽ അമ്മയും ഞങ്ങൾ 3 മക്കളും കഴിഞ്ഞിരുന്നത്. മക്കളിൽ 2ാമനായ എന്റെ കഥ തുടങ്ങുന്നത് ആ മലയുടെ പൊക്കത്തു നിന്നാണ്. പാപികൾ ചെയ്ത പാപങ്ങൾ പറഞ്ഞാൽ തീരുമെങ്കിൽ അറിവില്ലാത്ത കാലത്ത് ഞാൻ ചെയ്ത വേലത്തരങ്ങൾ നിങ്ങളോട് ഏറ്റുപറയാൻ ഞാനും തീരുമാനിച്ചു. മാമാന്തി മലയിലെ ബാക്കി കഥകൾക്കായി കാത്തിരിക്കുക. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.